മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കി ബുദ്ധിപൂർവം അത് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ പറയുന്ന ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപും ഭാര്യ ബിന്ദുവും. നമസ്കാരം. നമസ്കാരം. 2 കുട്ടികളല്ലേ നിങ്ങൾക്ക്? 2 കുട്ടികൾ, ഒരു മോളും മോനും. എങ്ങനെ പോകുന്നു മൊത്തത്തിൽ ജീവിതം? ജീവിതം പ്രണയസുരഭിലവും ആനന്ദതുന്തിലവും എന്നൊക്കെ പറയുന്ന രീതിയിൽ പോകുന്നു. സാധാരണ സത്യത്തിൽ എനിക്ക് തുടക്കത്തിൽ തന്നെ ഒരു ഭയങ്കര ചമ്മലാണ് ചേച്ചി ഇവിടെ. എന്താ ഈ പരിപാടിയെക്കുറിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് ജയറാമിൻ്റെ ഒരു സിനിമയുണ്ട്, അഭിരാമി ആയിരുന്നു അതിൽ അഭിനയിച്ചത്. ഞങ്ങൾ സന്തുഷ്ടരാണ്. അപ്പോൾ അതിൽ ഈ ഐഡിയൽ കപ്പിൾ കോണ്ടസ്റ്റിന് ഭാര്യയും ഭർത്താവും പോയിട്ട് കയ്യടി വാങ്ങുകയും വീട്ടിൽ തിരിച്ചു വന്നിട്ട് തല്ലുകൂടുകയും. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചു തന്നതുപോലെ നീ പറയാവൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു, അവിടുന്ന് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കരുതെന്ന്. ഇല്ലെങ്കിൽ ഇവള് പറയും ഞാനാണ് പ്രപ്പോസ് ചെയ്തത്, പ്രണയം പ്രപ്പോസ് ചെയ്തത് ഞാനാണെന്നൊക്കെ അവള് കയറി പറയും. അങ്ങനെ പറയുന്നുണ്ട്. എന്താ സംഭവം തിരിച്ച് എന്നോട് ആരാധന മൂത്ത് ഇവളെന്നെ പ്രണയിച്ചു എന്നാണല്ലോ നമ്മൾ ഈ ലോകം മുഴുവൻ പറഞ്ഞു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പഠിക്കുന്ന കാലത്ത് AG's ഓഫീസിൽ പ്രദീപ് വർക്ക് ചെയ്യുന്നു. അല്ലേ? അപ്പൊ ഇങ്ങനെ അമ്മയെ കാണാൻ വരുമ്പോൾ ഒരു പാവാടയും അഫ്സാരിയൊക്കെ ഉടുത്ത് ഒരു പെൺകുട്ടി. അപ്പം പൊതുവേ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പാവാട അഫ്സാരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലാത്തൊരു, അപ്പം ആ ഒരു വേഷം വല്ലാതെ പ്രദീപിനെ ആകർഷിച്ചിട്ടുണ്ട്. എല്ലാം ചുരിദാറും അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്നൊരു. അല്ല എന്ന് പറഞ്ഞാൽ ഇവള് ഹാഫ് സാരി മാത്രമേ അന്ന് ഉടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ അന്ന് ഞാൻ ഇവളോട് പറയാറുണ്ട്, ഈ ഹാഫ് സാരി മാത്രം ഉടുക്കുന്നതാണ് എന്നെ ആകർഷിച്ച ഘടകം എന്ന് പറയും. ഇത് പണ്ടാണ് ഞാൻ കോളേജ് ഓഫീസിൽ ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ 18 വയസ്സിൽ ജോലി കിട്ടിയ ഒരാളായതുകൊണ്ട് എൻ്റെ പ്രായവും 20-21 വയസ്സാണ്. 20 വയസ്സ് കഴിഞ്ഞുള്ളൂ. അപ്പം അന്ന് ഞാൻ ഒരു അസ്ഥികൂടമാണ്. ഇപ്പോൾ വലിയ ഭംഗിയുണ്ടെന്നല്ല, എന്നാലും ഒട്ടും കാണാൻ മെനയില്ലാത്തൊരു രൂപമായിരുന്നു അന്ന്. അപ്പം അന്ന് ഈ ചുരിദാറും മിടിയും ഇട്ടുകൊണ്ട് വരുന്ന പെൺകുട്ടികളെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഒരു ഹാഫ് സാരി എന്നുള്ളതായിരുന്നു സത്യം. എങ്കിലും ഹാഫ് സാരിയോടുള്ള പ്രിയം ഉണ്ട് എന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ പ്രദീപല്ലേ അങ്ങോട്ട് കയറി ആദ്യം ഇഷ്ടപ്പെട്ടത്? ചേച്ചി, അതെ, ഞാൻ ഈ പ്രണയത്തിനെ കുറിച്ച് പറയുമ്പോൾ പ്രണയത്തെ വലിയൊരു പ്ലേറ്റോണിക് സംഭവം ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഒരു 100 ആ പ്രായത്തിലുള്ള 20 വയസ്സുള്ള ഒരു 100 ആൺകുട്ടികളെ സ്കാൻ ചെയ്തൊരു സർവേക്ക് തയ്യാറാക്കിയാൽ അവരുടെ ജീവിതത്തിൽ അവർ ഒരു കുട്ടിയോട് മാത്രമൊന്നും അല്ല പ്രപ്പോസ് ചെയ്യുന്നത്. നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ ഒരു 10 പേരോട് പ്രപ്പോസ് ചെയ്ത് കാണും. അതിൽ 5 പേര് ചിലപ്പോൾ നോക്കാമെന്ന് പറയും, 5 പേര് പോടാ പട്ടിയെന്ന് വിളിച്ചിട്ടങ്ങ് പോകും. അപ്പോൾ ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഏത് പെൺകുട്ടിയെ കണ്ടാലും ഒരു ഇഷ്ടം തോന്നുകയും പ്രപ്പോസ് ചെയ്യാൻ തോന്നുകയും ചെയ്യും. പിന്നീടുള്ള ദിവസങ്ങളിലാണ് അതൊരു പ്രണയമായി ദൃഢമാകുന്നത്. പ്രപ്പോസ് ചെയ്യുമ്പോൾ എനിക്കിഷ്ടമാണ് എന്നൊരു പുരുഷൻ ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് പറയുന്ന നിമിഷത്തിൽ അവൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു വലിയ അഗാധമായ പ്രണയമോ ഇഷ്ടമോ ഒന്നും ഉണ്ടാവില്ല. ലോകത്തിൽ ഒരിക്കലും അത് സാധ്യവുമല്ല. പിന്നീടുള്ള ഇടപെടലുകളിലൂടെ മാത്രമേ മനസ്സുകളിൽ പ്രണയം ഉണ്ടാവുകയുള്ളൂ. അത് കുറച്ച് ദിവസം ഗ്യാപ്പ് ഉണ്ടാവും, കാണാതിരിക്കുമ്പോൾ അയ്യോ കാണണമല്ലോ എന്ന തോന്നലൊക്കെ ഉണ്ടായി തുടങ്ങുന്നത് അപ്പോഴാണ്. ഡാൻസ് ചെയ്യുമായിരുന്നു? അല്ല, അവൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അവളിപ്പോൾ റിസർച്ച് ചെയ്യുന്നുണ്ട് കലയിക്കാവിലിയിൽ. നേതാവൊക്കെ ആയിരുന്നു കോളേജിൽ പഠിക്കുന്നത്. സെക്രട്ടറി ആയിരുന്നു. ആണോ? മാഗസിൻ എഡിറ്റർ ആയിരുന്നു. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. SFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ അങ്ങ് ഒതുങ്ങിയിരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഒരു വീട്ടിനകത്ത്? അവൾ ഒതുങ്ങിയിരിക്കുകയല്ല, അവളൊരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ടെങ്കിൽ കൂടി കുറച്ചുകൂടി ലൈം ലൈറ്റിൽ നമ്മളങ്ങനെ ഇപ്പൊ പ്രദീപിനെ കാണുന്ന മാതിരി ഒരു പരിധിവരെ പ്രദീപിന്റെ തുടക്കകാലത്ത് പ്രദീപിനുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അടി അവൾക്ക് വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തേ ഭാഗ്യലക്ഷ്മിയാണുള്ളൂ. രണ്ടുപേരും ഇപ്പൊ പറഞ്ഞ പോലെ ഭയങ്കര ബിസിയായി കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം ബുദ്ധിമുട്ടാവില്ലേ? അപ്പം എനിക്കിതുള്ളത് മതി, ഒരു വലിയ ആൽമരത്തിന്റെ കീഴിലിരുന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു. പ്രദീപ് വലിയൊരു ആൽമരമാണ്. അതെ, മാത്രമല്ല നേരത്തെ പറഞ്ഞ പുരുഷ മേധാവിത്വം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അവളത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നന്നായി ബ്ലെൻഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണോ? ഇഷ്ടപ്പെടുന്ന ആളാണോ? പിന്നെ വലിയ എക്സ്പോഷർ അങ്ങനെ വെറുതെ സുഖിപ്പിച്ച് സംസാരിക്കരുത്. അല്ല, സീരിയസ് ആയിട്ടല്ലേ. പക്ഷെ എനിക്ക് ഡാൻസ് പെർഫോം ചെയ്യണമെന്ന് ഭയങ്കര, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സത്യസന്ധമായ ഉത്തരം തന്നെ പറയണം. ബിന്ദു മനസ്സിൽ ആഗ്രഹിച്ച രീതിയിലുള്ള അതേ രീതിയിൽ തന്നെയാണോ ഇപ്പോഴും ജീവിതം മുമ്പോട്ട് പോകുന്നത്? ആണ് ചേച്ചി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നതും ഡാൻസ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതും. കാര്യം അപ്പച്ചോന് ഡാൻസും പാട്ടും എന്ന് പറഞ്ഞ സംഭവം ഇഷ്ടമേ അല്ല. എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട്
എന്ന് പറഞ്ഞ് എന്നെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോഴും അതിനെക്കാട്ടി സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല ഒട്ടും. അല്ലാതെ എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് അതിനെക്കുറിച്ചൊരു വിശദമായൊരു ധാരണ ഈ പ്രണയ പശ്ചാത്തലത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തുണ്ട്. എനിക്ക് ഇവിടെ ഇഷ്ടമായി, വളരെയധികം ഇഷ്ടമായി. അങ്ങനെയൊക്കെ അതുപോലെ സ്കിറ്റ് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ഇവളുടെ വിമൻസ് കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു. അങ്ങനെ ജഗതിയിൽ ഇവളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചാണ്, സിന്ധുവിൻ്റെ വീട്ടിൽ വെച്ചാണ് സ്കിറ്റ് ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. ആ സ്കിറ്റ് പഠിപ്പിച്ചാണ് അങ്ങനെ പ്രണയം ഡെവലപ്പ് ചെയ്തൊക്കെ വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് വിവാഹത്തിനോടൊരു എതിർപ്പുണ്ടായിരുന്നു. അവർക്ക് എന്നെക്കുറിച്ചുള്ള ലക്ഷ്യം മറ്റു പലതുമായിരുന്നു. ഞാൻ ജോലി രാജിവെക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ അച്ഛനും ചേട്ടനും ഒക്കെ ഉള്ള താല്പര്യം. ഞാൻ മറ്റ് പല കാര്യങ്ങൾ ചെയ്യണം, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൻ്റെ മേഖലയിലേക്ക് പോകണം എന്നൊക്കെയായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ഞാൻ അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛാ ഈ 17-ാം തീയതി അല്ല ഒന്ന് ഫ്രീ ആയിരിക്കണം. എന്താണ് ജൂൺ 17-ാം തീയതി എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ പിന്നെ അച്ഛൻ അച്ഛൻ പറഞ്ഞു എന്താ നീ കാണിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞില്ല, മൂത്ത ബ്രദറിനായിരുന്നു ഏറ്റവും കൂടുതൽ തടസ്സം. അദ്ദേഹം ദേവസ്വം ബോർഡിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ സുമംഗലി കല്യാണ മണ്ഡപത്തിൻ്റെ കസ്റ്റോഡിയൻ ഈ എക്സി ആണ്. ഞാൻ ഇവളുടെ അമ്മയോട് പോയി പറഞ്ഞു ഒരൊറ്റ കണ്ടീഷനെ പറഞ്ഞു, ഡൗറി കല്യാണം ദേവസ്വം ബോർഡിൻ്റെ ആ കല്യാണ മണ്ഡപത്തിൽ പോയി ബുക്ക് ചെയ്യണം. ഇന്നയാളുടെ ബ്രദറിൻ്റെ പേരിൽ ബുക്ക് ചെയ്യുമ്പോൾ 50% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഓഫീസിലുള്ള മുഴുവൻ പറഞ്ഞു അനിയൻ്റെ കല്യാണമാണെന്ന്, ചേട്ടൻ വരാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ വീട്ടുകാരെ ഞാൻ ബുദ്ധിപൂർവ്വം ഇതിൽ പങ്കാളികളാക്കിയായിരുന്നു. അതിനുശേഷം ജീവിതം ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ സഹായിച്ചത് വഴിയൊക്കെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ കഴിയാതെയായി. സ്വാഭാവികമായും പ്രണയിച്ച് കല്യാണം കഴിച്ച കുട്ടിയോട് എൻ്റെ വീട്ടുകാർക്കുണ്ടായിരുന്ന ആഭിമുഖ്യക്കുറവ്, അമ്മയിലല്ലോ ആഭിമുഖ്യക്കുറവുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട് വിൽക്കുകയും കുറേ ബാധ്യതകൾ വീട്ടുകയും വളരെ ചെറിയൊരു വീട്ടിൽ ഞാനും ഇവളും കൂടി വാടകയ്ക്ക് താമസിക്കുകയും ചെയ്തു. അന്ന് ആണ് ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നത്. കുഞ്ഞ് 1 വയസ്സുള്ള കുഞ്ഞായിരുന്നു. ആ 1 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയ കഥകൾ പണ്ട് കൈരളിയുടെ ഒരു ഓണപരിപാടിയിലൂടെ ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കഥ കേട്ട് ബാംഗ്ലൂരിൽ കൈരളി വ്യൂവർ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോയ ആൾ ആത്മഹത്യ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ഒരു ദിവസം തീരുമാനിക്കുകയായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മോഹങ്ങളുള്ള ആളാണ്. ടു ബി എ വെരി പോപ്പുലർ ആൻഡ് പ്രോമിനൻറ്റ് പേഴ്സൺ എന്നുള്ള ആഗ്രഹം കുട്ടിക്കാലം മുതലേ മനസ്സിലുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇവിടെ വിവാഹം കഴിച്ചതുകൊണ്ട് എൻ്റെ ഗ്രോത്ത്, സിവിൽ സർവീസ് മുതലായ കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ മാറിയല്ലോ എന്നുള്ള വേദനയും കുറ്റബോധവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ കുറ്റബോധമൊന്നും വേണ്ട, അതിനേക്കാൾ പ്രധാനമാണ് നീ എന്ന് പറയുകയും ചെയ്യും. ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്താണ് കൈരളി TV അശ്വമേധം എന്ന പ്രോഗ്രാം ആരംഭിക്കാൻ വേണ്ടി എന്നെ ക്ഷണിക്കുന്നത്. അപ്പോൾ അതായത് ജീവിതത്തിൽ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ള എൻ്റെ തിരികെ ട്രാൻസിഷൻ യാത്ര കൈരളി എന്ന് പറയുന്ന ചാനലിലൂടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ വാഗ്ദാനങ്ങളൊന്നും ഞാനിവിടെ കൊടുത്തിരുന്നില്ല. പ്രണയിച്ച കാലഘട്ടങ്ങളിൽ ഒരു വാഗ്ദാനം നൽകാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ബട്ട് നൗ ഇപ്പോൾ ഏകദേശം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ടെലിവിഷൻ പെർഫോമേഴ്സിൽ ഒരാളാണ് ഞാൻ. ഈ പല ഭാഷകളുള്ള ചാനലുകൾ അവൾക്ക് അന്ന് കൊടുക്കാൻ പറ്റാത്ത എല്ലാ വാഗ്ദാനങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ഞാൻ അവളുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാം കൊടുക്കാത്ത വാഗ്ദാനങ്ങൾ ഓരോ ദിവസവും പുതിയ വാഗ്ദാനങ്ങൾ കൊടുത്താണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. മെയിൽ ഷോവനിസ്റ്റ് ആണോ? Absolutely. Marriage is a relation where husband and wife are equal, but the first is more equal. അല്ലാതെ രണ്ടുപേരും തുല്യരയല്ല, ഭർത്താവ് മാത്രമാണ് എന്ന വിശ്വാസമൊന്നുമില്ല. ഭർത്താവും ഭാര്യയും തുല്യരായ ഒരു ബന്ധമാണ് വിവാഹം. പക്ഷേ അതിൽ ആദ്യത്തെ ആൾ കുറച്ച് കൂടുതൽ തുല്യതയുള്ള ആളാണ് എന്ന് വിശ്വസിക്കുന്നതാണ് എൻ്റെ വിവാഹം. ഏത് രീതിയിലും എനിക്ക് അതിനോട് യോജിക്കാനുണ്ട്. ഞാനൊരു അവതാരകയാണെങ്കിലും ഞാൻ ഒരിക്കലും നിങ്ങളോട് ആർഗ്യൂ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ മാത്രം ബാധ്യസ്ഥയാണ്. എന്റെ കാഴ്ച ശരിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇൻ മൈ ഒപ്പീനിയൻ മാരേജ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വെർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ ഈക്വൽ ആൻഡ് ദ ഫസ്റ്റ് ഈസ് മോർ ഈക്വൽ എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റത് അല്ലാതെ യഥാർത്ഥത്തിൽ വിവാഹം ഇതാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ കാഴ്ചപ്പാടിലെ വിവാഹം ഇതാണ്. ആ കാഴ്ചപ്പാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ പാർട്ട്ണർ അനുവദിച്ച് തരുന്നിടത്തോളം, അത് അവൾ എൻജോയ് ചെയ്യുന്നിടത്തോളം അതിൽ തെറ്റില്ല. വിവാഹത്തെക്കുറിച്ചുള്ള എൻ്റെ ആ സങ്കല്പം അവൾ സന്തോഷത്തോടെ എൻജോയ് ചെയ്യുകയാണ് എങ്കിൽ അതിൽ തെറ്റില്ല. ഇപ്പോൾ ഞാൻ ഇവളുടെ കയ്യിൽ വീട്ടിലെ ചിലവ് കണക്കുകൾ കാര്യങ്ങളെല്ലാം ഇവളുടെ കയ്യിൽ പൈസ കൊണ്ട് കൊടുത്ത് നീ തന്നെ നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞാലും അത് പറ്റില്ല. ചേട്ടാ അത് ആര് സജി ആരെങ്കിലും ഏൽപ്പിച്ച് നമ്മുടെ വീട്ടിലാരെങ്കിലും മാനേജർ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി എന്ന് പറയുന്നതാണ് അവളുടെ ഇഷ്ടമെങ്കിൽ അവൾക്കൊന്നിലും ഒരു മേൽക്കോയ്മ എടുക്കാൻ താല്പര്യമില്ല. അവൾക്ക് ഇങ്ങനെ പറ്റിക്കൂടിയിട്ടുള്ളത് നടന്നാൽ മതി എന്നതാണ് ഷീ എൻജോയ്സ് എങ്കിൽ ഫൈൻ. എല്ലാ രാജ്യങ്ങളിലെ പ്രോഗ്രാമിന് ഞാൻ അവളെ കൂടെ കൊണ്ടുപോകാറുണ്ട്. ഒരു പരിധിവരെ പുരുഷന്മാരെ മെയിൽ ഷോവിനിസ്റ്റ് ആക്കുന്നത് സ്ത്രീകളാണ്. നമ്മൾ ശീലിപ്പിക്കുന്നതാണിത്.
നമ്മൾ ആദ്യമേ ഞാനൊരു അടി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തി നോക്കുക കേട്ടോ. പക്ഷെ അവർക്ക് വളരെ ഇന്റഗ്രിറ്റി ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് ഇന്റഗ്രിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു എന്നറിയാലോ. അപ്പോൾ എന്നോട് റിസൈൻ ചെയ്യരുത് എന്ന് പിന്നീട് എൻ്റെ അച്ഛനും ഇവളുടെ അമ്മയും എല്ലാവരും പറഞ്ഞു. കാരണം ലീൻ കിടക്കും. അപ്പോൾ 55 വയസ്സിന് മുമ്പ് തട്ടിപ്പോയെങ്കിലും ചെയ്താൽ അവർക്കൊക്കെ കോളേജിൽ ജോലി കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഷീ വാസ് വെരി അഡമന്റ്. അപ്പോൾ ചേട്ടൻ റിസൈൻ ചെയ്യണം. അങ്ങനെ കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടി ഇട്ടിക്കരുത്, മറ്റൊരാളിന് ജോലി കിട്ടുന്ന കാര്യമില്ല. റിസൈൻ ചെയ്ത ഒരു ലീൻ വേക്കൻസി എന്തിനും പെർമനന്റ് വേക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. അപ്പം അങ്ങനെ ഓരോ കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ നോക്കണം. പ്രദീപിൻ്റെ എനിക്ക് പലപ്പോഴും എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ. അത് അത്ര നിസ്സാര കാര്യം, വളരെ കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ടാലൻറ്റ്. ഞാനത് എവിടെയെങ്കിലും പുറത്ത് വെച്ച് കാണുമ്പോൾ ചോദിക്കണം. സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത, ജോഗ്രഫിയൊക്കെ പഠിക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു അനാലിറ്റിക്കൽ തിയറിയാണ്. അതായത് ഇപ്പോൾ മർക്കാറ്റർ പ്രക്ഷേപം, ബോൺ പ്രക്ഷേപം, അസിമുത്തൽ പ്രക്ഷേപം എന്നൊക്കെ പറഞ്ഞിട്ട് പല മാപ്പ് പ്രൊജക്ഷൻസ് ഉണ്ട്. ആ മാപ്പ് പ്രൊജക്ഷൻസിൽ ചിലത് മണ്ണിൻ്റെ ഘടന, ചിലത് കാലാവസ്ഥ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഈ 7 എണ്ണത്തിൽ ഇത് 3 യെസ്സും ഇത് 4 നോയും ആണെങ്കിൽ മാപ്പ് അസിമുത്തലായിരിക്കും, ഇതാണെങ്കിൽ മർക്കാറ്ററാണ്, ബോണാണെന്നൊക്കെ. പിന്നീട് അത് സുഹൃത്തുക്കളോടൊപ്പം കളിച്ച് വളർന്നു. ഒടുവിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും തമ്മിൽ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിറകിൽ നിന്ന് അത് കണ്ട ഒരു മനുഷ്യൻ എന്നോട് കളിക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം മിഖായൽ ഷൊളോക്കോവിനെയും കുറിയെടുത്ത താത്രിയെയും മനസ്സിൽ വിചാരിക്കുന്നു. 1999 ഡിസംബർ മാസത്തിലാണ്, 2000 ഓഗസ്റ്റ് ആയി. അപ്പോൾ ആദ്യം കാണുന്ന ഡിസംബറിൽ. അങ്ങനെ അയാൾ വിചാരിച്ചൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സതീഷ് നമ്പൂതിരി എന്നാണ്. അന്ന് അദ്ദേഹം കൈരളി ടി വിയുടെ ആ തുടക്ക വർഷമാണ്, ആദ്യത്തെ വർഷമാണ്. അതിൻ്റെ സീനിയർ പ്രൊഡ്യൂസറായിരുന്നു. സതീഷ് ചേട്ടനാണ് എൻ്റെ ആ കളിയെ ഒരു ടെലിവിഷൻ പ്രോഗ്രാമാക്കി മാറ്റുന്നത്. കാരണം അതിന് മുമ്പേ ഞാൻ ടെലിവിഷനിൽ 14 വർഷം മുതൽ ഒരു നിമിഷം മാത്രം, ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം 14ാമത്തെ വയസ്സിൽ മുതൽ, അതായത് 1987 ഞാൻ പ്രോഗ്രാം ചെയ്തു തുടങ്ങിയതാണ്. 25 വർഷമായാണ് അടുത്ത വർഷം. പക്ഷേ എന്നെ ഞാനാക്കിയ പ്രോഗ്രാം എന്ന് പറയുന്നത് റിവേഴ്സ് ക്വിസ് ആയിരുന്നു, അശ്വമേധമായിരുന്നു. അത് സതീഷ് നമ്പൂതിരിയാണ്. പിന്നീട് ഒരു ടെലിവിഷൻ പ്രോഗ്രാമായി മാറുന്നത്. ഇതിപ്പോൾ തമിഴിലും തമിഴിലുണ്ട്, തെലുങ്കിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്, ദുബായിൽ ഒരു ചാനൽ. ഭാഷയൊക്കെ പഠിച്ചോ? തെലുങ്ക് 10 ദിവസം കൊണ്ടാണ് ഞാൻ പഠിച്ചത്. തെലുങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അപ്പോൾ ഇപ്പം ഭാഷ പഠിക്കാൻ എനിക്ക് എൻ്റെതായ ഒരു POP, പ്രത്യേക ഒരു പർപ്പസ് ലേണിംഗ് ആണ്. എനിക്ക് 10 ദിവസം കൊണ്ട് ഞാൻ എലക്വൻ്റായി ഭാഷ സംസാരിക്കും. 10 ദിവസമുള്ള ഷൂട്ടിങ്. കാശ് അഡ്വാൻസ് തരണം, അഡ്വാൻസ് കിട്ടിയാൽ പഠിക്കാമെന്ന് പറഞ്ഞു. അഡ്വാൻസ് വാങ്ങിച്ചു. സാരഥി സ്റ്റുഡിയോയിൽ ചെന്നു. അപ്പോൾ YSRൻ്റെ ജഗൻമോഹൻ റെഡ്ഡി അറിയില്ല, ആ YSRൻ്റെ ചാനലാണ് സാക്ഷി. ഒരു വലിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് ഫസ്റ്റ് എപ്പിസോഡിലെ ഗസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇവർ പറഞ്ഞു, ഗ്രാൻഡ് മാസ്റ്റർ ഡസൻ നോ തെലുഗു, ഹി വിൽ മാനേജ് വിത്ത് ഇംഗ്ലീഷ് എന്നൊക്കെ. അപ്പോൾ ഞാൻ ചെന്നു. JS പ്രദീപ് എന്നൊക്കെ ഇവരുടെ പെൺകുട്ടി വിളിക്കുന്നു. ഞാൻ ചെന്ന് ഫ്രണ്ട് വന്നിട്ട് ഞാൻ തുടങ്ങിയത് തന്നെ శుభకార్యాన్ని ప్రారంభించే ముందు కన్నతల్లి పాదాలకు నమస్కరించి ప్రారంభించడం మన సంప్రదాయం. కానీ నా కన్నతల్లి ఇప్పుడు జీవించలేరు. 20 సంవత్సరాల క్రితం ముందు నేను పసివాడిగా ఉన్నప్పుడు అమ్మకు ఒక సినిమా కథ చెప్పాను. అమ్మ ఉత్కంఠంతో ఆ కథను వింటూ ఉంది. ఆకాశంలో నక్షత్రాలు బొమ్మల్ని చూస్తూ మినుకు మినుకు మంటున్నాయి. హఠాత్తుగా గుండెలో నొప్పితో ఒడిలో తల వాల్చింది మా అమ్మ. ఆ తర్వాత ఆమె లేవనే లేదు. ఈరోజు ఈ తెలుగుదేశంలోని అందరు తల్లులని నా తల్లులని భావించి శిరస్సు వంచి నమస్కరిస్తూ ఈ విజ్ఞాన కార్యక్రమాన్ని ప్రారంభిస్తున్నాను. నేను సైతం ప్రపంచానికి సవిధనొక్కడి ఆహుతిచ్చాను. నేను సైతం విశ్వవృష్టికి అశ్రు ఒక్కడి ധാരപൂശാനു എന്ന് പറഞ്ഞാണ് ഞാനത് തുടങ്ങിയത്. ശരിക്കും ആ മിനിസ്റ്റർ അന്തം വിട്ടു പോയിട്ടുണ്ടാവില്ലേ? അയാൾ വലിയ ഹാപ്പി ആയിരുന്നു. വല്ലാതെ ദേഷ്യം വരുമ്പോൾ തെലുങ്കിൽ ചീത്ത വിളിക്കും, മലയാളത്തിൽ വിളിക്കാൻ അല്ല മനസ്സിലാവാൻ പാടില്ലല്ലോ പ്രദീപ് ചീത്തയാണ് വിളിക്കുന്നത് ഇല്ലേ? തെറി വിളിക്കാറുണ്ട്, സ്ഥിരമായി തെറി വിളിക്കാറുണ്ട്. എന്താണ് പ്രദീപ് ഇത്രയും നേരം ഇവിടെ ഇരുന്ന് പ്രദീപ് എന്ന് പറയുന്ന ദൈവത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രദീപ് എന്ന് പറയുന്ന മനുഷ്യന്റെ നെഗറ്റീവ് സൈഡ് എന്താണ് എന്ന് പറയും. ദൈവത്തെ മാറ്റി വെക്കും, ദൈവം അവിടെ ഇരിക്കട്ടെ. സ്മോൾ അടിക്കും എന്നൊന്നും പറയരുത്. അതെനിക്കറിയാം. ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ സ്മോൾ അടിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ സ്മോൾ അടിച്ചിട്ടില്ല. ഞാനിത് കള്ളമല്ല പറയുന്നത്. അനുവദനീയമാണ്. എന്നെ അറിയാവുന്ന മാധ്യമരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരായാലും അല്ലാതായാലും എന്റെ ഒരു സുഹൃത്തും ഞാൻ ഈ പറഞ്ഞത് കള്ളമാണെന്ന് പറയൂല. ഞാൻ ഇതുവരെ സ്മോൾ അടിച്ചിട്ടില്ല. പറഞ്ഞു ലാർജ് അടിച്ചിട്ടുള്ളൂ. ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്തെന്ന് പറയും? അത് മാത്രം. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയല്ല. അപ്പം എത്ര കഴിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല. എൻ്റെ കൂടെ ഇരുന്ന്
മീൻസ് അവളുടെ സാന്നിധ്യത്തിൽ വേണം ഞാൻ കഴിക്കാൻ എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ മാതിരി ലാർജ് ആവില്ല, അതുകൊണ്ടായിരിക്കാം. അത് സ്മോളിൽ ഒതുങ്ങും. അങ്ങനെയാണോ? അതായിരിക്കാം. ഇനി മുതൽ ഒന്ന് പരിഗണിക്കൂ. ഇപ്പൊ ഇവിടെ വെച്ച് ഇത് പറഞ്ഞ സ്ഥിതിക്ക് അതിനൊരു പരിഗണന കൊടുക്കൂ. ഞാനത് ഒഴിവാക്കാൻ കാരണം, ഇങ്ങനെ അവളുടെ മുമ്പിൽ അവളുടെ സാന്നിധ്യത്തിൽ കഴിക്കുന്നത് ഒഴിവാക്കാൻ കാരണം, ഞാനങ്ങനെ വലുതായിട്ട് കഴിക്കാറൊന്നുമില്ല. മീൻസ് കമ്പനി ഡ്രിങ്കറാണ് അത്രേ ഉള്ളൂ. പക്ഷേ ഈ കമ്പനി ഡ്രിങ്ക്സ് കഴിഞ്ഞിട്ട് അത് മറച്ചു വെച്ച് പിന്നെ അവളുടെ മുമ്പിലും കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ രണ്ടു നേരമായി പോയില്ലേ? നോണ പറയോ? ഞാനോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ 100 കാര്യങ്ങൾ പറയുന്നതിൽ 96 നുണയും 4 സത്യങ്ങളുമായിരിക്കും. 100%. അപ്പൊ ഇവിടെ ഇത്രയും നേരം പറഞ്ഞത് അല്ല, ഇവിടെ പറഞ്ഞതെല്ലാം സത്യങ്ങളാണ്. ഞാൻ ക്യാമറയുടെ മുമ്പിൽ നുണ പറയാറില്ല. ക്യാമറയുടെ മുമ്പിൽ നുണ പറയേണ്ട കാര്യം വിശ്വസിക്കുന്നു. പലപ്പോഴും നമുക്ക് പ്രശ്നം വരുമ്പോൾ, പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലൊരു പ്രശ്നം വരുമ്പോൾ, നമ്മൾ അതിനൊരു പരിഹാരം കാണാനായിട്ട് നമുക്ക് ബന്ധുക്കളില്ലെങ്കിൽ, നമുക്കത് ഷെയർ ചെയ്യാൻ സുഹൃത്തുക്കളില്ലെങ്കിൽ, നമ്മൾ പിന്നീട് ചെന്നെത്തുന്നത് ഒരു കൗൺസിലിങ്ങിലേക്കായിരിക്കും, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കായിരിക്കും. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരൻ വരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാരന് മാത്രം അത്തരം ദാമ്പത്യ പ്രതിസന്ധികൾ വരാത്തതാണോ? അത് വരുമ്പോൾ ഐ ഡോണ്ട് കെയർ എന്ന് എടുക്കാനുള്ള മനസ്സാണോ? എന്താണ് അതിൻ്റെ സൈക്കോളജി? A politician is defined as a person who promises, who seeks votes from the poor, who earns money from the rich and promises both of them to protect from each other. പണക്കാരനിൽ നിന്ന് പണം വാങ്ങുകയും ദരിദ്രനിൽ നിന്ന് വോട്ട് വാങ്ങുകയും രണ്ടുപേരെയും അവരവർ പരസ്പരം പ്രൊട്ടക്ട് ചെയ്തോളാം. പണക്കാരിൽ നിന്ന് ദരിദ്രനെയും ദരിദ്രനിൽ നിന്ന് പണക്കാരനെയും പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഞാനല്ല, ശിവ്കറിൻ്റെ ഡെഫിനിഷനാണ്, എൻ്റെ അല്ല. There is a politician, ultimately a politician's job is protection. പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് തന്നെയാണ് ഒരു പൊളിറ്റീഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോബ്. ഒരു പൊളിറ്റീഷ്യൻ ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് രാജ്യത്തെക്കാളുപരി, പാർട്ടിയെക്കാളുപരി ഒരു പൊളിറ്റീഷ്യൻ ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അയാളുടെ ഇമേജാണ്. സോ കുടുംബം കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ കുടുംബത്തിൽ അസ്വാരസ്യങ്ങളില്ലാതെ കൊണ്ടുപോകാൻ കഴിയാത്തയാളാണ് എന്ന ഇമേജുള്ള ഒരാളിന് ഒരു നാടിൻ്റെ നായകനാകാനുള്ള ബുദ്ധിമുട്ട് ജനമനസ്സിലുണ്ടാകുമെന്നുള്ളതും ഒരു പൊളിറ്റീഷ്യൻ അറിയാം. സോ എ പൊളിറ്റീഷ്യൻ വിൽ ട്രൈ ടു പ്രൊട്ടക്ട് ഹിസ് ഫാമിലി ഇൻസൈഡ് ദ ഫാമിലി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കുടുംബത്തിനകത്ത് തന്നെ ഒതുക്കി നിർത്താൻ ഒരു പൊളിറ്റീഷ്യൻ പരമാവധി ശ്രമിക്കും. ബിക്കോസ് ഹിസ് ബേസിക് ജോബ് ഈസ് ടു പ്രൊട്ടക്ട്. കൂടുതൽ ഉണ്ടാകുന്നത് ആരുടെ കാര്യത്തിലാണ്? കുറവ് രാഷ്ട്രീയക്കാരാണ്. കൂടുതലുണ്ടാകുന്നത് ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ, കലാകാരന്മാരുടെ കാര്യത്തിൽ, പെർഫോമേഴ്സിൻ്റെ കാര്യത്തിലൊക്കെയാണ് ഇത് കൂടുതലുണ്ടാകാറുള്ളത്, അല്ലേ? കലാകാരന്മാരാണ് തോന്നുന്നു ആണ്. അതിൻ്റെ കാര്യവും ഇതാണ് ചേച്ചി. എക്സ്പ്രഷൻ ആണ് ഒരു കലാകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം. ആ എക്സ്പ്രഷൻ ആണ് പൊട്ടിത്തെറികൾ കുടുംബത്തിൽ കൂടുതൽ ഉണ്ടാക്കുന്നത്. ഈ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയ പ്രണയവും കലാകാരന്മാരുടെ ഇടയിലുണ്ടാകും. അതിൻ്റെ കാര്യവും എക്സ്പ്രഷനാണ്. ഒന്ന് പിണങ്ങിയാൽ ഇനി ഇവൾ സമ്മതിച്ചില്ലെങ്കിൽ ചേർത്തൊന്ന് കെട്ടിപ്പിടിച്ച് കവിളൊരു ഉമ്മ കൊടുത്താൽ അവിടെ അത് തീരും, അല്ലെങ്കിൽ തീരണം എന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള മനസ്സ്. ഇത് എക്സ്പ്രസ് ചെയ്യാതെ അവളിങ്ങോട്ട് വരട്ടെ എന്ന രീതിയിൽ മാറിയിരിക്കുന്ന ഭർത്താവും അയാളിങ്ങോട്ട് വരട്ടെ എന്ന രീതിയിൽ മാറിയിരിക്കുന്ന ഭാര്യയും തമ്മിൽ വലിയ അകലങ്ങളുണ്ട്. അവിടെ ഒരു പരസ്പര ആരാധനമില്ലാതായി പോകുന്നു. ഇടശ്ശേരിയുടെ വരികളുണ്ട്. പ്രണയം ആത്മാവിനോടെഴും കോമള മലർമാലിക ബന്ധനം, കാമമോ സഖി മാംസബദ്ധം വെറും നൈമിഷിക സുഖഭ്രമദായകം, ഹാ നമുക്കതല്ലാദർശമോമനെ ജ്ഞാനികൾക്കതല്ലൊത്ത സുഖപഥം എന്നാണ്. ഒരു പരസ്പര ആരാധനമുണ്ട്. വിരഹം അടുത്തിരിക്കലാണ്, സ്നേഹം സ്നേഹിക്കാതിരിക്കലാണ്, പ്രണയം പറയാതിരിക്കലാണ് എന്നാണ്. പ്രണയം എന്ന് പറയുന്നത് കടലുകൾ കടൽ പോലെ ഈ വലുതായി വന്ന് നമ്മളെ ഇങ്ങനെ സാന്ദ്രമാക്കി ഉറക്കി കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ഒന്നാണ്. മരണം, ശരീരത്തിൻ്റെ മരണം കൊണ്ട് അവസാനിക്കാതെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും മഹത്തായ ഒന്നാണ് പ്രണയം. ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന വ്യക്തിയെയാണോ ഏറ്റവും കൂടുതൽ നമ്മൾ വെറുക്കുന്നത്? 100%. ലോകത്തിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നുന്ന ആരോടാണ്? അവനോട്. ഞാനത് ചെയ്തല്ലോ എന്ന് തോന്നുന്നത് എന്നോടാണ്. ഏറ്റവും വെറുപ്പ് തോന്നുന്നത് അവനവനോടാണ്. ഏറ്റവും സ്നേഹിക്കുന്നതും അവനവനെ തന്നെയല്ലേ?
വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന ദമ്പതിമാരെ കുറിച്ച് എന്താണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫിനെ കുറിച്ചുള്ള അഭിപ്രായം? വിവാഹം വേണോ? തീർച്ചയായും കേരളം അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന പ്രദേശത്ത് നിലനിൽക്കുന്ന സാംസ്കാരികവും പാരമ്പര്യവുമായ ഛായകളുടെ സംജ്ഞകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, കമ്പൽസറി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ ഏതോ ഒരു മഹാൻ എവിടെയോ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്, മാരേജ് ഇസ് നെസസറി ബട്ട് നോട്ട് കമ്പൽസറി. നോട്ട് കമ്പൽസറി. ഇന്ത്യയിലും അത് കമ്പൽസറി ഒന്നുമല്ല വിവാഹം. പക്ഷേ സുഹൃത്തുക്കളായി, പുരുഷ സ്ത്രീ സുഹൃത്തുക്കളായി തന്നെ ഒരുപാട് കാലം ജീവിക്കുന്ന ആളുകളുണ്ട്, പ്രശസ്തരായ ആളുകളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രീതികളിൽ അവരൊരിക്കലും ഭാരതീയ ദർശനങ്ങളെ സ്വാധീനം ചെയ്ത് നാളെ മുതൽ വിവാഹം ഉണ്ടാക്കേണ്ടതായിരുന്നില്ല. അവർക്ക് അവരുടേതായ ദർശനങ്ങൾ തുടരാം. നമ്മുടെ ദർശനങ്ങൾ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഒരുപാട് സഹായം നൽകുന്നുണ്ട്. വിവാഹം, അച്ഛൻ, അമ്മ, കുടുംബം എന്നീ സങ്കല്പങ്ങൾ കുട്ടികളെ മോൾഡ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് പരിഹരിക്കാൻ കുട്ടികൾ ഇടപെടുന്ന അവസ്ഥയെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാം തണലിൽ കുട്ടികൾ വളരുമ്പോൾ ആ പ്രായത്തിൽ മാർഗനിർദ്ദേശം കൊടുക്കാനൊക്കെ കഴിയുന്ന കഴിയുന്ന കുടുംബങ്ങളുണ്ടാവും. ഒരു ഈ സൈക്ലിക്കൽ ചാക്രിക പ്രക്രിയ ഉണ്ടല്ലോ തലമുറകളുടെ, അതിന് കുടുംബം എന്നുള്ളത് അനിവാര്യത തന്നെയാണ്. പക്ഷേ ഈ വരുന്ന കാലങ്ങളിൽ അതൊക്കെ മാറുന്നതായി തോന്നുന്നില്ല. ഇപ്പോൾ ബന്ധങ്ങൾ, കുടുംബം, സ്നേഹം, സൗഹൃദം എല്ലാം കുറേശ്ശെ നമ്മുടെ സമൂഹത്തിൽ പൊതുവേ നമ്മൾ മലയാളികൾ ക്യാപ്ഷ്യസ് ആണ്. കോഷ്യസ് അല്ല ഞാൻ പറഞ്ഞത്, ക്യാപ്ഷ്യസ് മീൻസ് വൺ ഹൂ ഫൈൻഡ്സ് ഫോൾട്ട് ഓൾവേസ്. നമ്മൾ കുറ്റങ്ങൾ മാത്രം പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മൾ തെറ്റുകൾ കുറവുകൾ മാത്രം നോക്കിക്കാണും. അതുകൊണ്ടാണ് എല്ലാം മാറുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു ജനറലൈസേഷനാണ്. അങ്ങനെയൊക്കെ ഇൻസ്റ്റൻസുകൾ ഉണ്ടാകാം. അതുകൊണ്ട് എല്ലാം മാറുന്നു എന്നില്ല. ഇപ്പോഴും കുടുംബ ബന്ധങ്ങളൊക്കെ വളരെ ദൃഢമായി ഒരുപാടുണ്ട്. ഇല്ലാത്തത്, തകർന്നു പോകുന്നതും കുടുംബ ബന്ധങ്ങൾ ഇല്ലാത്തതൊക്കെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ആ കുറച്ചിനെ നമ്മൾ പർവ്വതീകരിച്ച് നമ്മൾ തന്നെ ഇവിടെ ഒന്നും ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതിലാണ് പ്രശ്നം. അത് നമ്മുടെ മലയാളികളുടെ ഒരു മനോഭാവമാണ്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ കുറവുകളെ നോട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഒരുപാട് നല്ല കുടുംബങ്ങൾ, നല്ല കുടുംബ ബന്ധങ്ങളുടെ സംസ്കാരങ്ങളൊക്കെ വേരുകളൊക്കെ ഉണ്ട് ഇപ്പോഴും. അത് നന്നായി പോകണം. അപ്പോൾ വായന, ഞാൻ പറയുന്നു, ഈ കുടുംബങ്ങൾ ഉള്ളപ്പോൾ മാത്രമേ വായന പോലുള്ള കാര്യങ്ങൾ അസ്തമിക്കാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ വൈകുന്നേരം ഒരു പുതിയ പുസ്തകം കിട്ടിയാൽ കുട്ടികളെ കൂടെ വിളിച്ചിരുത്തി വായിച്ച് അതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുത്ത്. അതിന്നില്ലല്ലോ. എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്, എൻ്റെ അച്ഛൻ ചെയ്യുമായിരുന്നു, ഒരുപാട് വീടുകൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പറയണം. വളരെ നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ സന്തോഷം. പറഞ്ഞത് 96% സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം പറയാം, അത് നിർത്താനുള്ള അനുവാദം തരും. വളരെ ദീർഘകാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് എന്നെ ഞാനാക്കി മാറ്റിയ കൈരളി എന്ന ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ ആ ചാനലിൻ്റെ ഒരു പരിപാടിയിലൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞത്. അതിലുള്ള സന്തോഷവും കൂടി രേഖപ്പെടുത്തുന്നു.